അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്ട് ജെഎസിനെ കുറിച്ച് പഠിച്ചു. എന്താണ് റിയാക്ട് ജെഎസ്, എന്തൊക്കെയാണ് റിയാക്ട് ജെഎസിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് JSX, അതുപോലെ തന്നെ എന്താണ് റിയാക്റ്റിലുള്ള കോമ്പോണൻറ്റ്, അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ CSS എന്താണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് CSS എഴുതാൻ പറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. നേരത്തെ ഈ കോഴ്സ് തുടങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബൂട്ട്സ്ട്രാപ്പ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക്. അതായത് ഇതുപയോഗിച്ച് നമുക്ക് വളരെ റെസ്പോൺസീവായിട്ട് വളരെ എഫക്റ്റീവായിട്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, വെബ് ആപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് അതായത് പ്രൊജക്റ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻസ് ലെവലിലോട്ട് പോകാം. സോ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അതായത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ലിങ്കിലോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിനകത്ത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം റിയാക്ട് ജെഎസ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അത് റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നമുക്ക് ഇതിലോട്ട് റീഡയറക്ഷൻ കൊടുക്കാം. സോ ഇപ്പോൾ നമുക്കിവിടെ അതായത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് NPM പാക്കേജ് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു NPM പാക്കേജ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ നിന്നും ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ള ഒരു ഫംഗ്ഷൻ കാണാം, നമുക്ക് ഒരു ഐക്കൺ കാണാം. നമുക്കത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഞാൻ പുതിയൊരു ടെർമിനൽ ക്രിയേറ്റ് ചെയ്തു. സോ ജസ്റ്റ് ഇവിടെ നിന്ന് ടെർമിനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി ഞാൻ റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ട്, പ്രൊജക്റ്റ് റണ്ണിങ്ങിലാണ്. സോ ഞാൻ അത് ഇൻറ്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാനിവിടെ പുതിയൊരു CMD, അതായത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് ഒരു ഐക്കൺ കാണാം, ഡൗൺ ആരോ ഐക്കൺ കാണാം. ഇതിൽ നിന്ന് നമുക്കൊരു CMD, അതായത് കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഞാനിതിൽ കോപ്പി ചെയ്ത നേരത്തെ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കോപ്പി ചെയ്ത NPM എന്ന് പറയുന്ന ആ ഒരു കമാൻഡ് ഞാൻ കോപ്പി ചെയ്തു. NPM ഇൻസ്റ്റാൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ്. ഇവിടെ ഈ ഇൻസ്റ്റാളിന് പകരം I കൊടുത്താലും ഇത് വർക്കാവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തതായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റർ ചെയ്യാം. സോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ റെപ്പോസിറ്ററിയിൽ നിന്നും ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ NPM പാക്കേജ് ഫ്രെയിംവർക്ക് അത് നമ്മുടെ നോഡ് മൊഡ്യൂൾസിനകത്ത് കോപ്പി ആകും. അതിനുശേഷം നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ ഇതിനകത്ത് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് എന്ന് കാണാം. ഇവിടെ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതാ ഇവിടെ കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബൂട്ട്സ്ട്രാപ്പ്. അതിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് NPM ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ ഫയലുകളും വരുന്നത് നോഡ് മൊഡ്യൂളിനകത്താണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്ത് അതായത് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാളായി. ഇനി അതിൻ്റെ ഫർദറായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സോ അതിനായിട്ട് ഇവിടെ കാണാം CDC, അതായത് നമുക്ക് ബ്രൗസർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന റിയാക്ട് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു
സെക്ഷൻ കോപ്പി ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് കാണാം, ഇതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ കാണാം, ദ ഫോളോയിങ് ലൈൻ ക്യാൻ ബി ഇൻക്ലൂഡ് ഇൻ യുവർ src index.js ഓർ apps.js. അതായത് app.jsലോ അല്ലെങ്കിൽ srcക്കകത്തുള്ള index.jsലോ നമുക്ക് ഈ ഒരു ഇമ്പോർട്ട്സ് വിളിക്കാം. എന്നാൽ മാത്രമേ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CSS ഫയൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ നമ്മുടെ app.jsൽ ഇമ്പോർട്ട് ചെയ്യണം. ഏതാണോ നമ്മളെ റൂട്ട് ഫയൽ വരുന്നത്, റൂട്ട് ഫയലിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്, അവിടെ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ app.jsൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് index.jsൽ നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. സോ ഈ കമാൻഡ് നമുക്ക് ആവശ്യമില്ല, ഞാനത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് ഇൻറ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മളെ അതായത് സിംഗിൾ ആപ്പ് വെബ് പേജിൻ്റെ ഫസ്റ്റ് പേജ് വരുന്നത് ഇൻഡെക്സ് ആണ്. ഇവിടെ നിന്നാണ് റൂട്ട് ഡയറക്ടറിയിലോട്ട് ഈ ഒരു ഡോം ക്രിയേറ്റ് ആവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ app.js ആണ് നെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്നത്. ഈ കോമ്പണൻറ്റിൽ പോകാം. ഈ കോമ്പണൻറ്റിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹെഡർ എന്ന് പറയുന്ന ഫയൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൺ ചെയ്ത വെബിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ്സിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത് ഇങ്ങനെയായിരുന്നു. സോ ഞാൻ ഇവിടെ നിന്നും ഹെഡർ സെക്ഷനിലോട്ട് പോകാം. അതിനുശേഷം ഞാൻ ഇവിടെ നിന്നും ഇത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഓരോരോ സെക്ഷൻസ്, അതായത് കോമ്പണൻസുകളെ പരിചയപ്പെടാം. സോ ധാരാളം കോമ്പണൻസുകളുണ്ട്. ഇവിടെ നോക്കിയാൽ മതി. അതായത് ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ സെക്ഷൻ, അതായത് ഈ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് കോമ്പണൻസ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിരവധി കോമ്പണൻസ് ഇവിടെ കാണാൻ സാധിക്കും. സോ അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ബട്ടണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബട്ടൺ നമ്മളുടെ പ്രൊജക്റ്റിനകത്ത് ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ബട്ടൺ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ബട്ടൺ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കാണാം ദർ ബട്ടൺ നോട്ട് ഡിഫൈൻഡ്. അതായത് നമ്മൾ നേരത്തെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോമ്പണൻ്റായ ബട്ടനാണ് നമ്മളിവിടെ വിളിക്കേണ്ടത്. അപ്പോൾ ബട്ടൺ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് കാണാം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ട് ബട്ടൺ ഫ്രം ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ എന്ന് പറയുന്ന ഈ ഒരു കോമ്പോണൻറ്റ് ക്ലാസ്സിനെയാണ് നമ്മൾ, കോമ്പോണൻറ്റ് ഫംഗ്ഷനെയാണ് വിളിക്കേണ്ടത്. സോ അപ്പോൾ നമുക്കത് വിളിക്കാം. അപ്പോൾ ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്തു. ഡയറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്നും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആ ബട്ടൺ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതായത് കാണാൻ നല്ല രീതിയിലുള്ള ഒരു ബട്ടൺ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ബട്ടൺ ക്ലോസ് ചെയ്യാം. നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ എങ്ങനെയാണ് ജസ്റ്റ് ഒരു മിനി വെബ്സൈറ്റിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ പേജിൽ മുകളിൽ വരുന്നതാണ് നാവ് ബാർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാവ് ബാർ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാവ് ബാർ പലതരത്തിലുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ടും ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നാവ് ബാർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ നാവ് ബാർ സെലക്ട് ചെയ്യാം. ഈ ബ്ലാക്ക് നാവ് ബാറോ അല്ലെങ്കിൽ ഈ ബ്ലൂ നാവ് ബാറോ നമുക്ക് സെലക്ട് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ നിന്നും ഈ നാവ് ബാർ ഇത്രക്ക് സെലക്ട് ചെയ്തു. അതായത് ഇതിൽ 3 നാവ് ബാർ കാണാം, 1, 2, 3. ഇതെല്ലാം ബ്രേക്ക് പോയിൻ്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ബ്ലാക്ക് നാവ് ബാർ അല്ലെങ്കിൽ ഈ ബ്ലൂ നാവ് ബാർ എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് ഈ ബ്ലൂ നാവ് ബാർ എടുത്തു, ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. നമ്മുടെ ഈ പ്രൊജക്റ്റിനകത്ത് പേസ്റ്റ് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് ഈ ഡിവ് ഒഴിവാക്കിയിട്ട് ഞാൻ ഫ്രാഗ്മെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അൺവാണ്ടഡ് ഡിവ്സിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫ്രാഗ്മെൻറ്റ് ആഡ് ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും നാവ് ബാർ ആഡ് ചെയ്തു. പക്ഷേ ഇതിൽ എറർ ആയിരിക്കും വരുന്നത് റിസൾട്ട്, ബിക്കോസ് നമ്മൾ അതിൻ്റെ ആ ഒരു പാക്കേജസ്, അതായത് ഇമ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് കാണാം. ഇപ്പോൾ നമുക്കൊരു നാവ് ബാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും കോഡ് ചെയ്താൽ തന്നെ നമുക്ക് നാവ് ബാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഇവിടെ നിന്നും അത് റീനെയിം ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഹോമാണ്, അതുപോലെ തന്നെ ഫീച്ചറാണ്. പ്രൈസിന് പകരം നമുക്ക് ജസ്റ്റ് അബൌട്ട് എന്ന് കൊടുക്കാം. അബൌട്ട് എന്ന് കൊടുക്കാം. അബൌട്ട്.
ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാവ് ബാർ, ഹോം, ഫീച്ചർ, അബൌട്ട് എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു നാവ് ബാർ വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നോർമൽ HTML ആണെങ്കിൽ നമ്മൾ CSS എഴുതണം. അതായത് ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് സെറ്റ് ചെയ്യണം. അതിനുശേഷം അതിനകത്ത് ലിങ്ക് അല്ലെങ്കിൽ ടാഗ് വിളിച്ചിട്ട് നമ്മളത് CSS ചെയ്യണം. അങ്ങനെ നിരവധി പ്രൊസീജിയർ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമ്മൾ ധാരാളം ഇമ്പോർട്ട്സ് ചെയ്തു. പക്ഷേ ഇത് നമുക്ക് ഒരു ഇമ്പോർട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബേസ് ഡയറക്ടറി വരുന്നത് ബൂട്ട്സ്ട്രാപ്പ് ആണ്. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തു. ബൂട്ട്സ്ട്രാപ്പ് എന്ന് വിളിച്ചു. അതിനുശേഷം കർലി ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഓരോന്നായിട്ട് ഞാനിപ്പോൾ ബട്ടൺ, അതുപോലെ തന്നെ കണ്ടെയ്നർ, അതുപോലെ തന്നെ നാവ് ബാർ, അതുപോലെ തന്നെ നാവ് ബാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഒരു ഇമ്പോർട്ട്സ് ഒറ്റ ടൈം മാത്രമേ ഒരു പ്രൊജക്റ്റ് കോമ്പോണൻറ്റിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കൂ. ഇൻ കേസ് മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എറർ വരും. ഓക്കെ. അതായത് ബട്ടൺ ഹാസ് ഓൾറെഡി ബീൻ ഡിക്ലെയർഡ് എന്നാണ്. അതായത് 11 എന്ന് പറയുന്ന നമ്പറുള്ള നമ്മുടെ പ്രോഗ്രാമിൽ ഈ ബട്ടൺ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എറേഴ്സ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റീഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എറർ ഫിക്സ് ചെയ്യുക. തീർച്ചയായിട്ടും ആ എററിനുള്ള സൊല്യൂഷനും നമുക്ക് ഈ റീഡ് ചെയ്യുന്നതിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായത് ബട്ടൺ ഓൾറെഡി ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ ഇമ്പോർട്ട്സുകളെല്ലാം കളയാം. ഓൾറെഡി നമ്മളിവിടെ ഈ ബൂട്ട്സ്ട്രാപ്പിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഒരു എററും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എറർ കാണുന്നുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് കോമ്പോണൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നൊരു എറർ കാണുന്നുണ്ട്. കാരണം ഞാനിവിടെ അറിയാതെ ഒരു അൺവാണ്ടഡ് സ്പേസ് ഇട്ടു. അതാണ് ആ എററിന് കാരണം. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആവും. ഇപ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടാഗ്, അതായത് ഒരു നാവ് ബാർ കാണാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ തന്നെ ലേഔട്ട് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, അതുപോലെ തന്നെ റോ, കോളം എല്ലാം ഉണ്ട്. അപ്പം നമുക്കിതിനകത്തൊരു റോ, കോളം സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്തൊരു ബ്യൂട്ടിഫുൾ കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു റോ, കോളം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഈ നാവ് ബാറിൻ്റെ താഴെയായിട്ട് ഞാനത് പേസ്റ്റ് ചെയ്തു. ഇപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എറർ അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഇമ്പോർട്ട് ഫയലുകളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇമ്പോർട്ട് ഫയലുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. റോ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ട് ഫയൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ. റോ ആൻഡ് കോൾ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എറർ റിസോൾവ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിവിടെ ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ്. ഇതിന് ശേഷം നമുക്ക് ഈ റോക്കകത്ത് നമുക്ക് 3-4 കോളംസ്, അതായത് ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 കാർഡുകൾ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. അതായത് ഈ സ്ക്രീനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് 4 കാർഡ്സ് നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് നമുക്കിവിടെ നിന്നും ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക്, അതായത് ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഗ്രിഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഗ്രിഡിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കോളംസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് നമുക്കൊരു കോളം അസൈൻ ചെയ്യുക എന്നുള്ളത് കാണാം. സോ ഈ രീതിയിൽ നമുക്ക് ഓരോരോ കോളം അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ കോളത്തിന് ഓരോരോ സൈസ് നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ടും കോളം നമുക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ഞാനൊരു കോളം എന്ന് പറയുന്ന ഇത് കോപ്പി ചെയ്തു. അത് കോളം എക്സൽ എന്ന് പറയുന്നത്, അതായത് എക്സൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ ലാർജ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലാർജ് സ്ക്രീനിൽ എങ്ങനെയായിരിക്കും, വൈഡ് സ്ക്രീൻ അതായത് സ്മോൾ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷനാണ്. ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ക്ലോസ് ടാഗും ആഡ് ചെയ്തു.
കോളത്തിൻ്റെ ക്ലോസ് ടാഗ് ഞാനിവിടെ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലൊരു എച്ച് ടാഗ് ആഡ് ചെയ്തതിന് ശേഷം ഹലോ എന്ന് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കാം. ഇവിടെ ഒരു ഹലോ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോളത്തിൻ്റെ ഒരു 3 കോപ്പി എടുക്കാം. 3. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. ഇവിടെ ഹലോ എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ എഴുതാം. നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് ഷോർട്ടാക്കി നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ കാണുന്നത് ലാർജ്, അപ്പോൾ അതുപോലെ തന്നെ MD, മീഡിയം അങ്ങനെ പറയുന്ന കുറേ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്, ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊരു കോഡാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാർഡ് ഈ കാർഡിനകത്ത് ഞാൻ എക്സ്ട്രാ കോഡുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കാർഡ് ഞാനിപ്പോൾ നമ്മുടെ അതിലോട്ട് കോപ്പി ചെയ്യാം. ഈ കാർഡ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തത് തന്നെയാണ്. ഈ കാർഡിനെ ഞാൻ നമ്മുടെ ഈ ഒരു സെക്ഷനിലോട്ട് കോപ്പി ചെയ്യാം. ഈ കാർഡ് ഞാൻ ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുത്ത കാർഡ് തന്നെയാണ്. അതായത് കാർഡ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിന്നും ഒരു കാർഡ് കോപ്പി ചെയ്തെടുത്തതാണ് ഞാൻ. ഇവിടെ നിന്ന് നമുക്കത് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയലുകളും നമുക്ക് അതിലോട്ട് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഞാൻ ഇതിനകത്തോട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഞാനിത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കാർഡിൻ്റെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനോഹരമായ ഒരു കാർഡും ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു കാർഡ് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അത് ഈ ഒരു ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിക്സം എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പിക്ചർ എടുക്കാം. സൈസിനനുസരിച്ചുള്ള പിക്ചർ എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന പിക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ പിക്ചർ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നമ്മളൊരു കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കോളത്തിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ മറ്റൊരു കാർഡും കൂടി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, അതായത് ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് മാർജിൻ എൻഡ് -1 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അതായത് മാർജിന് എൻഡിൽ, അതായത് എൻഡ് സൈഡ്, മാർജിന് ലാസ്റ്റ് സൈഡ്, അതായത് എൻഡ് സൈഡിൽ ഒരു പോയിന്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ, അതായത് ഈ ഒരു കോളത്തിലായതുകൊണ്ടാണ് നമുക്കിത് ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിന്നായിരിക്കും അത് നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ എൻഡിലാകുമ്പോൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഞാനൊരു 5 കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇതിവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള CSSനെ കുറിച്ച് പഠിക്കാൻ ഈ ബൂട്ട് സ്ട്രാപ്പ് 5ൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ അവിടെ ഇടാം. സ്പേസിങ് ഇതൊന്ന് റീഡ് ചെയ്താൽ മതി. M എന്ന് പറയുന്നത് മാർജിനാണ്, P എന്ന് പറയുന്നത് പാഡിംഗ് ആണ്, പിന്നെ വരുന്നത് അതിൻ്റെ ഓരോരോ പൊസിഷൻസ് ആണ്. വേർ സൈഡ് ഈസ് ഓൺ ഓഫ് ദിസ് എന്ന് പറയുന്നത് T എന്ന് പറയുമ്പോൾ ടോപ്പ്, B എന്ന് പറയുമ്പോൾ ബോട്ടം, S എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട്, E എന്ന് പറയുമ്പോൾ എൻഡ്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പേസിങ്ങോ അല്ലെങ്കിൽ പാഡിങ്ങോ വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഡോക്യുമെൻ്റ് നമുക്ക് ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഈ ഡോക്യുമെൻ്റ് നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കാർഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റുള്ള ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ കോഡ് കോപ്പി ചെയ്തു,
കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തു. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ എല്ലാ കോമ്പണൻസും ഉണ്ട്. നമ്മളുടെ പ്രൊജക്റ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് ഐട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഈ റോക്ക് താഴെയായിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ പേസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ ടേബിൾ എന്ന് പറയുന്ന സെക്ഷൻ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തു. ടേബിൾ തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ടേബിൾ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടേബിളും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാനിതിൽ വേറൊരു കോർഡിനോ എന്ന് പറയുന്ന ഒരു ടൂളിന് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ടൂളല്ല, ഒരു കോമ്പണൻറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇത് ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ ഈ ടേബിളിൻ്റെ ലാസ്റ്റായിട്ട് ഞാനിത് പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോർഡിനോ എന്ന് പറയുന്ന ഈ പാക്കേജ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോർഡിനോയും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇത് ഇപ്പോൾ ആ ഒരു കോളം വന്നപ്പോൾ ഇത് ചെറുതായി. അപ്പോൾ റെസ്പോൺസീവ് ആയിട്ടും നല്ല രീതിയിൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൻ്റെ സഹായത്തോടു കൂടി നല്ല നല്ല വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും നമുക്ക് ഐട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കാർഡ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഈ ഒരു കാർഡ് നമ്മളൊരു കോമ്പോണൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കോമ്പോണൻറ്റിനെ അതിൽ നിന്ന് നമ്മൾ APIയിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്ത് ഇത് നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ട് എടുക്കും. അതായത് എത്ര റിസൾട്ട് വന്നിട്ടുണ്ടോ അത്തരം റിസൾട്ടിന് സെയിം കോമ്പോണൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ടൈറ്റിലും ഇമേജ് അതുപോലെ തന്നെ ഡീറ്റെയിൽസും എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിയാക്ട് JSൽ ബൂട്ട് സ്ട്രാപ്പിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ വെബ്സൈറ്റ് വിസിറ്റ്, അതായത് ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള എല്ലാ ടൂൾസും നല്ല രീതിയിൽ പരിചയപ്പെടുക. നമുക്ക് ഭാവിയിൽ അതുപോലെ തന്നെ നല്ല നല്ല പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഇതിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്, അതായത് കോമ്പണൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ മോഡൽ പോപ്പപ്പ് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. സേവ്, അതായത് മോഡൽ പോപ്പപ്പ് എന്ന് പറയുമ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മോഡലായിട്ട് ഇതിങ്ങനെ വരും, പോപ്പപ്പ് ആയിട്ട് വരുന്നതിനാണ് മോഡൽ പോപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമേജസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് റൗണ്ടായിട്ടും റെക്റ്റാങ്കിളായിട്ടും പല രീതിയിലും നമുക്ക് ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാം. അതിന് നമുക്കിവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കറോസൽ, അതായത് നമുക്ക് നല്ല ഇമേജുകൾ സ്ലൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കറോസൽ ഉപയോഗിക്കാം. ബട്ടൺ ഗ്രൂപ്പുകളുണ്ട്, അതായത് ഒരു ബട്ടൺ തന്നെ 3 ബട്ടൺ ഗ്രൂപ്പായിട്ട് നമ്പർ ബട്ടൺ, അങ്ങനെ പല ബട്ടൺസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിരവധി ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിൽ പോയതിന് ശേഷം നമ്മൾ ഇതൊന്ന് റെഫർ ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ആവുന്നത്. ഇപ്പോൾ നമ്മൾ അതിലുള്ള മിനിമം ജസ്റ്റ് കോമ്പണൻസ് മാത്രമാണ് നാവ്ബാർ, കാർഡ്, അതുപോലെ തന്നെ ടേബിൾ, അക്കോർഡിംഗ്, അങ്ങനെ ഇത്രയും ടൂൾസും അതായത് കോമ്പണൻസ് മാത്രമാണ് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ലെസൺ കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈവൻസുകൾ. ഒരു ബട്ടൺ ക്ലിക്ക്, ഇപ്പോൾ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ഈവൻ്റ് ഈസ് ആൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ഓൺ വെബ് ആപ്പ് ബൈ യൂസർ. അതായത് ഒരു ആക്ഷൻ, അതായത് അവിടെ ഒരു ആക്ഷൻ നടക്കുകയാണ്. നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ നടക്കുകയാണ് അവിടെ. ആക്ഷൻ മീൻസ് മേ ബി ഒരു ക്ലിക്ക് ആവാം. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിക്കിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക്, അതുപോലെ തന്നെ ഓൺ ചേഞ്ച്, മൗസ് ഓവർ, അങ്ങനെ നിരവധി ഈവൻറ്റുകളുണ്ട്. അപ്പോൾ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ആക്ഷൻസ് ആണ്. അതൊരു ബട്ടണിൽ വരുന്ന ആക്ഷൻ ആകാം, ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആക്ഷൻ ആകാം, അങ്ങനെ നിരവധി ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈവൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. അതായത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒരു കോമ്പണൻ്റ് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ നാവ്ബാർ സെറ്റ് ചെയ്തതിന് ശേഷം ആ നാവ്ബാർ നമ്മുടെ app.jsൽ വിളിച്ച് പിന്നെ കോമ്പണൻറ്റിനകത്ത് നമ്മൾ വേറെ
ടേബിൾ വിളിച്ചതിന് ശേഷം അതിനെ സ്വന്തമായിട്ട് ഇൻലൈൻ ചെയ്യാം, ഇൻലൈൻ CSS ചെയ്യാം. അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.